കാര്യങ്ങളിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നിങ്ങൾ അമ്മ ആൻഡ് FFKയിൽ പോയി ചോദിക്കുക, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി. എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റേൺ, ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിലൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല. എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം. മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും വളരെ കോമൺ ഫ്രണ്ട്സാ. എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത്. ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ഞാനാ. ബിക്കോസ് അതിൽ കിട്ടല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ്. പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചില പേടിച്ച് കാണും. അതല്ല ശരി, ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെ ആയിരുന്നു. അത് സങ്കടത്തോടെ സംസാരിച്ചതാ. എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് CCTV ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം. ഐ എം റിക്വസ്റ്റിംഗ് ഫ്രം മൈ സൈഡ്. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. സീരിയസ്ലി. ഇപ്പൊ ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ എനിക്ക് തരണം. എന്നെ ക്രിമിനലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത്. എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല. ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചില രീതികളുണ്ട്. അത് ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും, ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും. അത് സിനിമയിൽ അങ്ങനെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് എന്നോട് ഇപ്പം വിരോധമാണ്. ഞാനത് സമ്മതിച്ചു. ഓക്കെ. അപ്പോൾ പിന്നെ ഇനി എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു നിൽക്കണമെന്ന് അസോസിയേഷനിൽ പോയിട്ട് ഞാൻ 2-ാം തീയതി എന്നെ വിളിച്ചേക്കാം. ഞാൻ പോയി സംസാരിക്കും. പോസിബിളി അവിടുന്ന് എന്താണ് ഒരു പറഞ്ഞത്, ചിലപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ അതങ്ങനെ, അല്ലെങ്കിൽ കോടതി പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രുത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നന്ദി. പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും. മാത്രമല്ല, ഇതിപ്പോൾ എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു അത് സത്യമാണെന്നല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് എൻക്വയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്.